മാഘമഹോത്സവം നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഈ ഫെബ്രുവരിയിൽ നടന്ന കുംഭമേളയുടെ പതിപ്പ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന മാഘമഹോത്സവത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ മഹാമഹോത്സവത്തിൽ പങ്കെടുത്തത്. പക്ഷേ ആ മഹാമഹോത്സവം തകർത്ത് അവിടെ ഭീകരവാദികൾ ആക്രമണം നടത്തി ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താനുള്ള വമ്പൻ പദ്ധതി നടത്തിയിരുന്നതായി ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. പക്ഷെ ഇത്തരം സത്യങ്ങൾ പറയാൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ജനൻ TV അല്ലെങ്കിൽ ജന്മഭൂമി പോലുള്ള ദേശീയ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ വാർത്തയുടെ ഉള്ളടക്കങ്ങളും അത് വരുത്തി വെക്കുന്ന വിനകളും പിടിക്കപ്പെട്ടവരെ പറ്റിയുള്ള ലഭ്യമായ വിവരങ്ങളുമാണ് റൈറ്റ് സൈഡിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കേരളം ഭീകരവാദികളുടെ താവളമായി മാറുന്നത്? അതുകൊണ്ട് ഈ പിടിക്കപ്പെട്ടവരുടെ പട്ടിക നോക്കുമ്പോൾ അക്കാര്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യമേ തന്നെ ഗൗതം അനന്തനാരായണിലേക്ക് പോവുകയാണ്. ഗൗതം, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അറിഞ്ഞത്. അതായത് മാഘമഹോത്സവത്തെ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാരതത്തിൽ എവിടെ തീവ്രവാദ പ്രവർത്തനം നടന്നാലും അതിൻ്റെ വേര് വന്നെത്തുന്നത് ഈ മലയാള നാട്ടിലാണ്. ഇപ്പോൾ ഈ നൂറ്റാണ്ടിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഒരു ഉത്സവം മാഘമഹോത്സവം, അതിനെ ലക്ഷ്യമിട്ട് ഭീകരർ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. അത് കേരളം മാത്രമല്ല, കേരളം മുതൽ കർണാടകം വരെയുള്ള ഒരു ശൃംഖലയിലുള്ള അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ ഈ വിവരങ്ങൾ രഹസ്യമായി ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ വാർത്തയുടെ ചുരുൾ അഴിഞ്ഞു വരുന്നത്. കൂടുതൽ എന്താണ് അതേപ്പറ്റി പറയാനുള്ളത് ഗൗതം? അതായത് വിനോദ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഇത്തരം ഒരുപാട് സംഭവങ്ങൾ വിനോദ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ പിടിക്കപ്പെടുകയും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഗൂഢാലോചനകൾ നടക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് ഈ വിഷയം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മാഘമഹോത്സവം തന്നെ ഈ ഭീകരവാദികൾ ലക്ഷ്യമിട്ടു എന്ന് പറയുന്നത് NIA ആണ്. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് സൃഷ്ടിച്ച് നമ്മുടെ ഒരു രീതിയിലുള്ളൊരു വാർത്ത കൊടുക്കുന്നതല്ല, മറിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഈ പിടിക്കപ്പെട്ട 10 പേര് ഈ ആയുധങ്ങൾ, ഈ സ്ഫോടക വസ്തുക്കൾ മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലപ്പുറത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള 10ഓളം ആളുകൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്തതിലൂടെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചതാണ്. അപ്പോൾ ഇവരിൽ നിന്ന് പിടികൂടി എന്തൊക്കെയാണ്? ഈ 89,600 ഡിറ്റനേറ്റർ സ്റ്റിക്ക്, അതോടൊപ്പം തന്നെ 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബുകൾ. ഇതൊക്കെയാണ് ഈ മാഘമഹോത്സവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം മലപ്പുറത്ത് നിന്നും ഒരു ലോറിയിൽ കൊണ്ടുവരുന്ന സമയത്ത് പിടികൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 2014 ശേഷവും 2014 മുൻപും എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വിനോദായിട്ട് സൂചിപ്പിച്ചു, ഇപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഏക മാധ്യമം നമ്മളായിരിക്കുമല്ലോ. ഈ റൈറ്റ് സൈഡിൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് കുറേ ജിഹാദികൾ കമൻ്റ് ഇടും, ഇത് കേരളമാണ്, ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾ നോക്കണ്ട, മലപ്പുറത്തെ പറ്റി ഒരക്ഷരം പോലും പറയാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കമൻ്റ് ഇട്ടോണ്ടിരിക്കും. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇതൊന്നും നടക്കത്തില്ല, കേരളത്തിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. ശരിയാണ്, കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കാതിരിക്കുന്നത് എന്ന് മുതലാണ്? 2014 ശേഷമാണ്. 2014 മുൻപ് ഇതൊക്കെ കേരളത്തിൽ എത്രയോ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് പലതവണ റൈറ്റ് സൈഡിൽ തന്നെ പറഞ്ഞതാണ്. മാറാട് കലാപം ഉണ്ടായിട്ടുണ്ട്, കളമശ്ശേരിയിൽ ബസ് കത്തിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, വാഗമണ്ണിലും പാനായിക്കുളത്തും സിമി ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്, അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയിട്ടുണ്ട്, എറണാകുളത്തെയും മലപ്പുറത്തെയും കൊല്ലത്തെയും കളക്ടറേറ്റുകളിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, എറണാകുളത്ത് അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ഈ ടെൻറ്റിനടുത്ത് തീർത്ഥാടകർക്ക് വേണ്ടി അയ്യപ്പന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ടെൻറ്റിനടുത്ത് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. എന്തിന്? ശബരിമലയിൽ ശരംകുത്തിയിൽ ഒരു നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതേപ്പറ്റി ഒന്നും കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. എന്തിനു പറയുന്നു? സ്ഥാനാർത്ഥി, അതായത് ഒരു BJP സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2014 മുൻപ് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ യഥേഷ്ടം നടന്നിരുന്നു. അപ്പോൾ ഇതൊന്നും കേരളത്തിലില്ല എന്നൊക്കെ ഇവരെന്താണ് ഈ പറയുന്നത്? കേരളത്തിൽ ഇത് സംഭവിക്കാതിരിക്കുന്നത് 2014 ശേഷം നമ്മുടെ കേന്ദ്ര ഏജൻസികളുടെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഇടപെടൽ കൊണ്ടാണ്. ഇപ്പോൾ മലപ്പുറത്ത് എന്താണ് ഇവർ ചെയ്തത്? മലപ്പുറത്ത് ഈ മാഘമഹോത്സവത്തിൻ്റെ ഭാഗമായി ഒരു പ്രശ്നമുണ്ടാക്കി കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും വലിയ സംഘർഷത്തിനാണ് ഇവർ ശ്രമിച്ചത്. പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ പിടിക്കപ്പെടുകയും
ഇത്തരം പദ്ധതികൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ പൊളിക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര ഏജൻസികൾ. അപ്പോൾ അതുകൊണ്ടാണ് 2014 ശേഷമാണ് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാത്തത്. അത് നടക്കാത്തത് കേരളമായതുകൊണ്ടല്ല, ഇവർ ഈ പറഞ്ഞതോ കേരളമാണ് അതുകൊണ്ട് ഇത് നടക്കത്തില്ല, അങ്ങനെയല്ല. എന്താണ് സംഭവം? 2014 ശേഷവും ഇത്തരം പ്രവർത്തനങ്ങൾ സിമി ക്യാമ്പ് പോലെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കായുള്ള നീക്കം കേരളത്തിൽ വളരെ സജീവമാണെങ്കിലും അത് കൃത്യമായി കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ മൂലം പൊതുസമൂഹം അറിയുകയോ അത് പിടിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഒപ്പം മലപ്പുറവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഘട്ടത്തിൽ ഈ മലപ്പുറം എന്ന് പറയുന്നത് ഭീകരവാദ ശക്തികളുടെ ഒരു വിളനിലമാണ്. അത് വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ മലപ്പുറത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി. ഇവിടെ മലപ്പുറം എന്തോ ഒരു വിശുദ്ധമായ സ്ഥലമാണ് എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. കേരളത്തിലെ 14 ജില്ലകളിൽ ഒന്നാം മാത്രമേ മലപ്പുറം ഉള്ളൂ. അല്ലാതെ മലപ്പുറത്ത് എന്തെങ്കിലും മോശപ്പെട്ടത് നടന്നു കഴിഞ്ഞാൽ അതിവിടെ വാർത്തയാക്കാൻ മടി കാണിക്കുക. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയും. ഇപ്പം അട്ടപ്പാടിയിൽ മധു എന്ന ഒരു വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന സമയത്ത് കേരളത്തിൽ ഒട്ടാകെ അത് വാർത്തയായിരുന്നു. അത് വാർത്തയാക്കണമല്ലോ, കാരണം അത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണ്. ഒരു വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് തല്ലിക്കൊല്ലുകയാണ്. അതേപോലത്തെ സമാനമായ ഒരു സംഭവം കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞ് മലപ്പുറത്ത് സംഭവിക്കുന്നുണ്ട്. ബീഹാറിൽ നിന്നും വന്ന ഒരു ദളിത് യുവാവിനെ മലപ്പുറത്തെ ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാർ തല്ലിക്കൊല്ലുകയാണ്. അത് പക്ഷേ കേരളത്തിൽ വാർത്തയാവുന്നുണ്ട്. അതായത് മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിശുദ്ധമായ സ്ഥലമാണ്. അങ്ങനെയൊന്നുമില്ല. മലപ്പുറം ജിഹാദികളുടെ കേന്ദ്രമാണ്. ഇതൊരു പച്ചയായ വസ്തുതയല്ലേ. എത്രയോ സംഘർഷങ്ങൾ. എന്തിന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ അവിടെ നിർമ്മിക്കാൻ പോലും തയ്യാറാകാത്ത ഇടുങ്ങിയ ചിന്താഗതിയുള്ള ജിഹാദികളാണ് മലപ്പുറത്തുള്ളത്. അണ്ട് ഇവർ പറഞ്ഞ എന്തോ ഇവർ വിശാല ചിന്താഗതിയുള്ള ആളുകളാണ് മലപ്പുറത്ത്. ഞാൻ പറഞ്ഞ മലപ്പുറത്ത് എല്ലാ മുസ്ലിങ്ങളും മോശമാണെന്നോ, മലപ്പുറത്തിന് എന്തെങ്കിലും കൂടുതൽ കുഴപ്പമുണ്ടെന്നുമല്ല. പക്ഷെ മലപ്പുറത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ പൊള്ളുന്നു എന്ന് പറയുന്നത് അത് ജനൻ ടി വിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ജനൻ ടി വി അത് പറയും, മലപ്പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ പറയുക തന്നെ ചെയ്യും. അപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോലും ജിഹാദികൾ തയ്യാറാകാത്ത നാടാണ് മലപ്പുറം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഇത് വാർത്തയാവാത്തത്. മനസ്സിലായി? അതായത് മലപ്പുറത്ത് ഇത്രയധികം സ്ഫോടന വസ്തുക്കൾ കൊണ്ടുവന്നുവെന്നും അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാഘമഹോത്സവം പോലെയുള്ള അല്ലെങ്കിൽ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളും മറ്റും ലക്ഷ്യമിട്ടാണ് ജിഹാദികൾ ഇത്തരം ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് എന്നത് എന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറഞ്ഞു വന്നത്. മലപ്പുറത്ത് എന്ത് വൃത്തികേട് നടന്നാലും അതിനെയെല്ലാം പൊതിഞ്ഞു പിടിക്കാനാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ജനം ടി വിക്ക് മലപ്പുറമെന്നോ പത്തനംതിട്ടയെന്നോ തിരുവനന്തപുരമോ ഇല്ല. എവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിനെതിരായി നടന്നാൽ ഏതെങ്കിലും സമൂഹത്തെ കോർണർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇന്ന് റൈറ്റ് സൈഡ് എടുത്തത്. വളരെ വ്യക്തമാണ്. ചില വാർത്തകൾ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കുന്നു. എത്രയോ മാധ്യമങ്ങളുണ്ട്, എത്രയോ വാർത്തകളുണ്ട്. ഇല്ലാത്ത വാർത്തകൾ വരെ പടച്ചുവിടുന്ന മാധ്യമങ്ങളാണ്. ഇത്തരം പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ അല്ലെങ്കിൽ അതേപ്പറ്റി ചെറിയൊരു വാർത്ത പോലും കൊടുക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നത്, അങ്ങനെ കൊടുക്കാതിരിക്കുന്ന വാർത്ത കൊടുക്കാൻ വേണ്ടിയാണ് ജനൻ ടി വി പോലുള്ള ദേശീയ മാധ്യമങ്ങൾ എന്നും ശ്രദ്ധിക്കുന്നത്.